എല്ലാവർക്കും സ്വാഗതം. ദേ നമുക്ക് ഇന്നൊരാളെ കിട്ടിയിട്ടുണ്ട്. ആരാ മനസ്സിലായോ? അതാണ് പൊട്ടുവെള്ളരി, സ്നാപ്പ് മെലൻ എന്ന് പറയുന്ന സാധനമാണ്. ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഒരു കൂളിംഗ് ഏജന്റും കൂടിയാണ്. സമ്മറിൽ കഴിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ ഈ സാധനം ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ എനിക്കിത് കിട്ടിയിരുന്നില്ല. ഇത് കൊടുങ്ങല്ലൂരൊക്കെ സുലഭമാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഓരോ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചിരുന്നു. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ അത് ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, പക്ഷെ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു സുഹൃത്താണ് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വെണ്ടിരുന്നില്ല, പൊട്ടായിരുന്നില്ല, ഈ പൊട്ട് വന്നിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞു വെച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ പൊട്ട് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു സാധനമാണ്. അപ്പം നമുക്ക് ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് തണുക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് പൊട്ടാസ്യം ഒക്കെ ഉള്ളൊരു കാര്യമാണിത്. അപ്പം നമുക്കിത് ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. 2 തരത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ തോലിഞ്ഞി പൊളിച്ചെടുക്കണം നമുക്ക്. കണ്ടോ, അതിങ്ങനെ ഈ വിള്ളൽ വരുന്നതുകൊണ്ടാണ് ഇതിനിങ്ങനെ പുട്ടുവെള്ളരി എന്ന് പറയുന്നത്. ഈ ക്രാക്ക് കണ്ടോ വരുന്നത്, അത് മൂത്തു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമുക്കിന്ന് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇവനെ ഒന്നിങ്ങനെ ശരിയായിട്ട് പൊളിച്ച് നോക്കാം കേട്ടോ. നല്ല കൗതുകം ഉണ്ടല്ലേ കാണാൻ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കിത് ഇത് കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ കുരു മാറ്റിയിട്ട് നമുക്കിതിൻ്റെ സാധനം എടുക്കണം. തോലൊക്കെ കണ്ട, തോല് ഇങ്ങനെ അങ്ങോട്ട് പോരുന്നുണ്ട്, എടുക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ സുഖമായിട്ട് പോരുന്നുണ്ട് തോല്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനിങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇതുണ്ടല്ലോ, ഇത് നമുക്ക് എടുത്തിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. ഈ കുരു ഇതിൻ്റെ ഈ സാധനം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു സ്പൂൺ എടുത്തിട്ടൊന്ന് ഇതിനെ റെഡിയാക്കട്ടെ കേട്ടോ. സ്പൂൺ കൊണ്ട് എടുക്കാം, നമ്മൾ കൈ കൊണ്ട് അത് മന്തി പൊളിക്കണ്ടല്ലോ. അപ്പം നമ്മൾ കുരു ഇങ്ങനെ എടുക്കുക കേട്ടോ. കുരു കണ്ടോ, കുരു കൊണ്ട് മാറ്റിയാൽ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാം. ഞാൻ കുരു ഇങ്ങനെ ഇട്ട് മാറ്റുകയാണ്. പിന്നെ ഈ കാമ്പ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടോ, അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ തന്നെ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. കുരുവിനെ കുരു വേറൊരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുവും ചിലർ ഇതിൻ്റെ കൂടെ ജ്യൂസിൻ്റെ കൂടെ ഇട്ടിട്ട് കഴിക്കുന്നത് കാണാണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇതിൻ്റെ പണി നോക്കാം. ഇത് വേഗം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും 2ആക്കി തിരിക്കട്ടെ കേട്ടോ. അത് തോല് നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പോരുന്നുണ്ട്. തോലിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചാൽ തന്നെ ഈ തോല് ഇങ്ങോട്ട് പോരുന്നുണ്ട്. നല്ല വലിയൊരു സാധനമാണ്. ഞാൻ 2 ആക്കി മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 വെച്ചിട്ടുണ്ട് കേട്ടോ. കുരു അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കാമ്പൊക്കെ കൂടെ ഇതിലും ആക്കി വെച്ചിട്ടുണ്ട്. കുരു എന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് നോക്കാം. ഇത് നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. മിക്സിയിലടിച്ചാലൊക്കെ ഇത് നന്നായി ഭയങ്കര നൈസായ സാധനമല്ലേ. ഇതിങ്ങനെ സ്വയം അതന്നെ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഇതിടുന്നുണ്ട്, നമ്മൾ ഏലക്കപ്പൊടി ഇടുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏലക്ക അടിച്ചാൽ പൊടിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ച് പൊടി ചേർക്കുകയാണ്, ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനത് ടേസ്റ്റ് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും അതിന് ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സാധനമാണ്, ഇത് നിർഗുണനാണ്. അപ്പം നമ്മളിനി ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയോടെ തന്നെ നമുക്ക് നന്നായി അതൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. പക്ഷെ അതൊന്ന് ഇങ്ങനെ മെൽറ്റായി വരട്ടെ. അത്രയും വെള്ളം ഉള്ള സാധനമാണല്ലോ. അതിന് കണ്ടോ ഒരിങ്ങനെ ഇതായി വരുന്നുണ്ട്. ഒറ്റ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. വളരെ നൈസായ സാധനമാണ്. സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ് അത്ര ഇത്. പിന്നെ ഞാനത് മുഴുവനൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഉടച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഏലക്കപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായി ഇങ്ങനെ അടിച്ചു കൊടുത്തു. അപ്പം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ ഞാൻ 2 തരത്തിലാണല്ലോ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇതിലിപ്പം വെറും ഇത് മാത്രമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് മാത്രം, അതായത് ജസ്റ്റ് ഇത് മാത്രം ഉടച്ചതും പഞ്ചസാരയും ഏലക്കയും കൂടെ ഉള്ള സാധനം
അതിൽ ചെറിയ ആ കഷ്ണമൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ അതിന് കടിക്കാനൊരു സ്വാദം. എനിക്കിത് നല്ലൊരു കൂളിംഗ് ഇതായിട്ടാണ് അപ്പോൾ കഴിച്ചപ്പോൾ തോന്നിയത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ പാലിലേക്ക് കുറച്ച് പാലെടുത്ത് വെച്ചു, പാലിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശർക്കര ആഡ് ചെയ്യാം, അതായത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആഡ് ചെയ്യാം. അതിൽ തേങ്ങാപ്പാലും ചേർത്തിട്ട് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ എന്തായാലും ഈ 2 തരത്തിലാണ് നോക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ 2 ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് പാല് മിക്സ് ചെയ്തതാണ്, ഇത് നമ്മളെ ഒറിജിനൽ സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടും ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ടും ഒരേപോലെ തന്നെ ടേസ്റ്റ് ആയിട്ട് തോന്നി. നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ചൂട് കാലത്ത് അത് കഴിക്കുമ്പോൾ നല്ല ശരീരം നന്നായി ഇങ്ങനെ തണുക്കുന്ന എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന് നല്ല പോഷക മൂല്യങ്ങളുള്ള സാധനമാണ്. പ്രകൃതി തന്നെ തരുന്ന ഒരു കൂളിംഗ് ആണല്ലോ. ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ലൊരു സാധനമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചാൽ നമുക്ക് വയറിനൊന്നും ദോഷമില്ല. അതിൻ്റെ ഒറിജിനലായ ടേസ്റ്റിൽ തന്നെ കഴിക്കുമ്പം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പൊട്ടുവെള്ളരിക്ക കിട്ടുകയാണെങ്കിൽ, ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്നറിയാം. ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും വേണ്ടെന്ന് വെക്കേണ്ട, അത് എടുത്ത് ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. എന്നിട്ട് ഈ പൊട്ടുവെള്ളരി കൊണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെയൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടെ പറയണം കേട്ടോ. ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.